ഹലോ ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ, നമ്മുടെ ലാലേട്ടൻ്റെ ഈ ഒരു ഫോട്ടോ നമ്മളൊന്ന് വരച്ച് നോക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരു പെൻസിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂർപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വരച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കുന്ന ലാലേട്ടൻ്റെ കണ്ണാണ്. കണ്ണ്, പിരികന് ഒക്കെയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. വെറും പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താണ് കേട്ടോ. നമ്മൾ A4 ഷീറ്റിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ കിട്ടാനായിട്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. പ്രിൻ്റ് വലിയ ക്ലിയർ ഒന്നുമില്ല. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച ശേഷം പിന്നെ നമുക്ക് ആ ഒരു ഫോട്ടോയുടെ ഒറിജിനൽ എടുത്തിട്ട് നോക്കി വരയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ നല്ല കട്ടിയുള്ള മീശ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളിയാക്കി വരയ്ക്കാം. അങ്ങനെ നമ്മൾ മീശയൊക്കെ വരച്ച് ഇനി നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ചുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു മുഖ ഷേപ്പും കാര്യങ്ങളും, ചെവി, മുടി ഒക്കെ ഒന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഗൈസ്, നമ്മളിതിന് മുന്നേ KGF നായകനായിട്ടുള്ള യാഷിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയെടുത്ത വുഡ് ബേണിംഗ് ടൂൾ കൊണ്ട് മരം കരിയിച്ച് നമ്മുടെ യാഷിനെ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ വീഡിയോൻ്റെ മുകളിൽ കാർഡായിട്ടും കൊടുക്കാം. അത് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കാണണം. കണ്ടിട്ട് ആ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ലാലേട്ടൻ്റെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ചെടുക്കാം. അതേപോലെ അദ്ദേഹത്തിൻ്റെ ചെവി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഗൈസ്, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ലാലേട്ടൻ ഈ ഒരു ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ. ആ ഒരു ടീഷർട്ടും അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു മാലയൊക്കെ കാണുന്നുണ്ട്. ആ ഒരു മാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് നല്ല നല്ല അടിപൊളി സിനിമകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയെടുത്ത നമ്മുടെ സ്വന്തം ലാലേട്ടനെ നമ്മൾ വരച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറയുകയാണെങ്കിൽ നരസിംഹം, വന്ദനം, ചിത്രം, സ്ഫടികം തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല സിനിമകളിലൂടെ ജനമനസ്സുകളിൽ നല്ല അടിപൊളിയായിട്ട് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുള്ളൊരു ആക്ടറാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ നമ്മൾ വരച്ചിങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു ചെയിൻ ഉണ്ട്. ആ ഒരു ചെയിനും കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരാരും ഈ വീഡിയോ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നല്ലൊരു അടിപൊളി കമൻ്റ് ഇടാനും ആരും മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും. അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ, പിന്നെ ഇതേപോലെ തന്നെ ആർട്ട് അല്ലാതെ ക്രാഫ്റ്റ് വർക്ക്, മേക്കിംഗ് വീഡിയോസ്, ടെക്ക് വീഡിയോസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ നമ്മളുടെ. അപ്പോൾ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ആളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ലാലേട്ടൻ്റെ കഴുത്തിൽ ആ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഒരു നല്ലൊരു അടിപൊളി മാല കാണുന്നുണ്ട് കേട്ടോ. ഒരു മണി മാല. ആ ഒരു മാലയും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. ഗൈസ്, നമ്മളെ പ്രിൻ്റിൽ ആ ഫോട്ടോയിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫോണിൽ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇത് വരച്ച് തീർന്നപ്പോൾ 30 മിനിറ്റിലേറെ സമയം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്പീഡാക്കിയിട്ട് ഒരു 5-5.5 മിനിറ്റിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പീഡുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വരച്ചു കൊണ്ടിരിക്കുകയാണ്. കലാസ് കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്? കണ്ടോ, നമ്മൾ ആ ഒരു പ്രിൻറ്റും നമ്മൾ വരച്ചതും തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം.
എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറായില്ലേ? നമുക്ക് കയ്യിലും പിടിച്ചിട്ടൊന്ന് എടുക്കാം കേട്ടോ. അടിപൊളിയായിട്ടില്ലേ ഗൈസ്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.